വിശയാൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ വചനഭാഗത്ത് നമ്മൾ വായിച്ച കേട്ടത് ലാസറിന്റെ മരണത്തെക്കുറിച്ചാണ്. 11-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു ശിഷ്യൻ ഈശോയുടെ അടുത്ത് വന്ന് പറയാണ്, നീ സ്നേഹിക്കുന്ന ലാസറിനെ രോഗം ബാധിച്ചിരിക്കുന്നു. പിന്നീട് 11-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈശോ തന്നെ പറയുന്നുണ്ട്, മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരൻ ലാസറിനെയും ഞാൻ വളരെയേറെ സ്നേഹിച്ചിരുന്നു. 11-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മൾ വായിക്കും, ഈശോ പറയുന്നു, ലാസർ മരിച്ചു കഴിഞ്ഞു, ഞാൻ അവനെ ഉയർത്താനായിട്ട് പോകുകയാണ്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത്, ഇതെല്ലാം അർത്ഥമാക്കുന്നത് മറ്റൊന്നുമല്ല, താൻ സ്നേഹിക്കുന്ന ലാസർ തന്നിൽ നിന്ന് വേർപെട്ടു പോകാനായിട്ട്, അകന്നു പോകാനായിട്ട് ഈശോ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. ഒരു അപ്പച്ചൻ വികാരി അച്ഛൻ്റെ അടുത്ത് വന്ന് തന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം പങ്കുവയ്ക്കുകയാണ്. തൻ്റെ പെങ്ങളുടെ മൂത്ത കുട്ടി ധ്യാനം കൂടി വന്നിട്ട് അപ്പച്ചനോട് പറഞ്ഞു, എൻ്റെ അനിയത്തി അപ്പച്ചനെ പറ്റിച്ചിട്ടുണ്ട്. അപ്പച്ചൻ വികാരിച്ചനോട് പറയാണ്, ഞാനൊരു ഏകസ്ഥനാണ്, എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ എൻ്റെ അനിയൻ പറഞ്ഞു, ചേട്ടന് പ്രായമായിട്ട് വരികയാണ്, അതുകൊണ്ട് ഇനി ഒറ്റയ്ക്ക് താമസിക്കേണ്ട, എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കണം. അനിയൻ്റെ നിർബന്ധപ്രകാരം ഞാനിപ്പോൾ താമസിക്കുന്നത് എൻ്റെ അനിയൻ്റെ വീട്ടിലാണ്. അവിടെ താമസിച്ചപ്പോൾ എൻ്റെ വീട് ഞാൻ വിൽക്കുകയും 50 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് എൻ്റെ പെങ്ങളുടെ ഇളയ കുട്ടിക്ക് ബാങ്കിൽ ജോലി കിട്ടുന്നത്. അപ്പോൾ അവിടെ കുറച്ച് പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ബാങ്കിൽ നിലനിൽപ്പുണ്ടാവുമെന്ന് അവൾ പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, 50 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട്, നീ അത് ഡെപ്പോസിറ്റ് ചെയ്തു. അത് ഞാൻ അവൾക്ക് കൊടുത്തു. പിന്നീട് അവൾ മാസം എനിക്ക് പലിശ തന്നിരുന്നു. പിന്നീട് കുറേ മാസങ്ങൾക്ക് ശേഷം അവൾ അത് തരാണ്ടായി. ഇപ്പോൾ വർഷങ്ങളോളമായി അവൾ എനിക്ക് തന്നിട്ട്. അപ്പോഴാണ് ഈ ധ്യാനം കൂടി വന്ന മൂത്ത മകൾ എന്നോട് പറയുന്നത്, ധ്യാനത്തിൽ എനിക്കൊരു കാര്യം വെളിപ്പെട്ട് കിട്ടി, എൻ്റെ അനിയത്തി അപ്പച്ചനെ പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ വികാരിയച്ഛൻ പറഞ്ഞു, 1-2 കാശാലല്ലോ, 50 ലക്ഷം രൂപയല്ലേ, അപ്പച്ചൻ ഇതൊന്ന് അന്വേഷിക്കണം. അപ്പൊ അപ്പച്ചൻ അന്വേഷിച്ചിട്ട് പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വികാരിയച്ഛൻ്റെ അടുത്ത് വന്നു. അപ്പച്ചൻ വികാരിച്ചനോട് പറഞ്ഞു, അവൾ പറ്റിച്ചിട്ടുണ്ട്, എൻ്റെ 50 ലക്ഷം രൂപ അവൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ വികാരിച്ചൻ പറഞ്ഞു, അവളോട് ചോദിക്കണം. അപ്പൊ ഈ അപ്പച്ചൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അവളോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ പെങ്ങളുടെ മകളുമായിട്ടുള്ള ആ സ്നേഹബന്ധം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. ഈ 50 ലക്ഷത്തിന് വേണ്ടിയിട്ട് അവളുമായിട്ടുള്ള സ്നേഹബന്ധം നഷ്ടപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജീവിക്കാനുള്ള അത്യാവശ്യം വകുപ്പ് എനിക്കുണ്ട്. ഈ അപ്പച്ചൻ നമുക്കൊരു മാതൃകയാണ്. ഇന്നത്തെ സമൂഹത്തിൽ വസ്തു ഭാഗം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മാതാപിതാക്കളോട് സംസാരിക്കാത്ത മക്കളുള്ള സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ചില സമ്പത്തിന്റെ കാര്യത്തിൽ, ചില വസ്തുവകകളുടെ കാര്യത്തിൽ സഹോദരങ്ങളോട്, ചേട്ടനോടും അനിയത്തിയോടും ഒക്കെ സംസാരിക്കാത്ത സഹോദരങ്ങളുള്ള സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ചില മൊബൈലിന് വേണ്ടിയിട്ടും കുഴിമന്തിക്ക് വേണ്ടിയിട്ടും ഐസ്ക്രീമിന് വേണ്ടിയിട്ടൊക്കെ അടിയുണ്ടാക്കുന്ന കുട്ടികളുള്ള, യുവജനങ്ങളുള്ള സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയുണ്ട്. പപ്പടത്തിന് വേണ്ടിയിട്ട് അടിയുണ്ടാക്കി 2 കുടുംബങ്ങൾ തമ്മിൽ വേർപെട്ടു പോയിട്ടുള്ള ചരിത്രമുള്ള സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഇവിടെയാണ് ഈ അപ്പച്ചൻ നമുക്കൊരു മാതൃകയാകുന്നത്. ഇത് തന്നെയാണ് വചനഭാഗവും നമ്മളോട് പങ്കുവയ്ക്കുന്നത്. താൻ സ്നേഹിക്കുന്ന ലാസർ തന്നിൽ നിന്ന് വേർപെട്ടു പോകാനായിട്ട്, പിരിഞ്ഞു പോകുവാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നില്ല. അത് തന്നെയാണ് ഈ അപ്പച്ചനിൽ നിന്ന് നമ്മൾ കാണുന്നത്. 50 ലക്ഷത്തിന് വേണ്ടിയിട്ട് തൻ്റെ പെങ്ങളുടെ മകളുമായിട്ടുള്ള സ്നേഹബന്ധം നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഈ അപ്പച്ചൻ ആഗ്രഹിക്കുന്നില്ല. പൗലോസ് ശ്ലീഹ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. കൊറിന്തോസാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 7-ാം വാക്യം, സ്നേഹം സർവ്വതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. ഈ സ്നേഹബന്ധങ്ങൾ പുലർത്തുവാനായിട്ട് ചില സഹനങ്ങൾ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ചില അതിജീവിത മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം, പരിശുദ്ധ തൃത്വത്തിന്റെ തിരുനാളാണ്. ഏറ്റവും വലിയ ഐക്യത്തിന്റെ, സ്നേഹത്തിന്റെ പ്രതീകമായിട്ട് സഭ നമ്മളെ കാണിച്ചു തരുന്നത്
ഈ പരിശുദ്ധ തൃത്വത്തെയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന പരിശുദ്ധ തൃത്വത്തെ. അവരോളം ഐക്യപ്പെടുവാനായിട്ട് നമുക്ക് സാധിച്ചില്ലെങ്കിലും, അവരോളം ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിച്ചില്ലെങ്കിലും, ഈ സമൂഹത്തിൽ നമ്മൾ സ്നേഹിക്കാനായിട്ട്, ഐക്യപ്പെടുവാനായിട്ട് കടപ്പെട്ടിരിക്കുന്ന ചില വ്യക്തികൾ ഉണ്ട്. അത് നമ്മുടെ മാതാപിതാക്കളാണ്, നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ ബന്ധുമിത്രാദികളാണ്. നമ്മുടെ എന്ന് പറയുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരാണ്. അവരെങ്കിലും നമ്മുടെ ഈ സ്നേഹവലയത്തിൽ, ഈ ഐക്യത്തിന്റെ വലയത്തിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനായിട്ട് ചില സഹനങ്ങൾ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ചില അതിജീവന മാർഗങ്ങൾ പരിശ്രമിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനായി ഈ ദിവസം നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.